നിശ്ചയം നടത്തിയതിന് ശേഷമാണ് ഇവൻ്റെ ഓരോ യഥാർത്ഥ തനി സ്വഭാവങ്ങൾ അറിയാൻ തുടങ്ങിയത്. ഈ ഫോൺ വിളികളിലൂടെ തന്നെ മനസ്സിലാക്കി, എൻ്റെ കുട്ടി തന്നെ, എൻ്റെ മോള് തന്നെ മനസ്സിലാക്കി. അപ്പോഴത്തേക്ക് വൈകിപ്പോയിരുന്നു. പിന്നെ വിവാഹ നിശ്ചയം കഴിഞ്ഞ് അവൻ ഇവിടെ വരികയൊക്കെ ചെയ്തു. പിന്നെ ഇതിനകത്തുനിന്ന് നമുക്ക് ഇവനെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് വന്നു. പബ്ലിക്കിൽ നമ്മുടെ സമൂഹത്തിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞ എല്ലാ കാര്യങ്ങളൊക്കെ അറിഞ്ഞതല്ലേ. അപ്പം പിന്നെ അത് മുടങ്ങിയാലും ആ കുട്ടിക്ക് പിന്നെയും പേരുദോഷം ഉണ്ടാവും, എൻ്റെ മകൾക്ക്. അതുകൊണ്ട് ഇന്ന് അടുത്താവെന്ന് തന്നെ വിചാരിച്ചു. നിശ്ചയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മനസ്സിലായി ഇവന് അത്ര വെടിപ്പല്ലെന്ന്. അന്ന് പിന്നെ അങ്ങനെ കല്യാണമൊക്കെ നടത്തി. 2014 ആർപ്പാടമായിട്ട് കല്യാണമൊക്കെ നടത്തി നല്ല രീതിയിൽ. അന്ന് കല്യാണ പന്തലിൽ ഇവൻ മദ്യപിച്ചിട്ടാണ് വന്നത്. കല്യാണം അയ്യങ്കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു. കാരണം അവിടുന്ന് വിവാഹ പാർട്ടി വരാൻ ആ വാഹനം ലേറ്റായി. മുഹൂർത്തം അടുത്ത ജസ്റ്റ് മൂമെന്റിലാണ് എത്തിയത്. അപ്പോൾ ഞാൻ അത് അന്വേഷിച്ചപ്പോൾ അന്നേരം നമ്മൾ അറിയുന്നില്ലല്ലോ. ഞാൻ അന്ന് അന്വേഷിച്ചപ്പോൾ ഇവർ വരനും കൂട്ടനും അവിടെ ബാറിലെവിടെ കയറിയിട്ടാണ് വന്നത്. മറ്റേ വണ്ടിയുടെ കൂടെ നിന്ന് ഡിവേർട്ട് ചെയ്തിട്ട് ബാറിലങ്ങോട്ട് പോയി കഴിച്ചിട്ടാണ് വന്നത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായി, ഇവൻ്റെ മുഖം നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി പതിറമണത്തിരിക്കുമ്പോഴും മദ്യപിച്ചിട്ടായിരിക്കുന്നത്. അവൻ്റെ ജ്യേഷ്ഠനുണ്ടായിരുന്നു, അയാൾ നല്ലപോലെ മദ്യപിച്ചിട്ടാണ് നിൽക്കുന്നത് ഞാൻ കണ്ടു. ഇവരൊക്കെ നല്ല രീതിയിലുള്ള മദ്യപാനികളാണെന്ന് അറിയാൻ നമ്മൾ വൈകി.